ആംബുലൻസിന് കാർ ഡ്രൈവർ മാർഗതടസ്സമുണ്ടാക്കിയെന്ന് പരാതി. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനാണ് വഴി നൽകാതെ കാർ ഡ്രൈവർ തടസ്സമുണ്ടാക്കിയത്. ശ്വാസതടസ്സം നേരിട്ട 15 വയസ്സുകാരിയുമായി പോവുകയായിരുന്നു ആംബുലൻസ്. ദൃശ്യങ്ങൾ പട്ടാമ്പി മുതലുള്ളതാണ്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ഈ ആംബുലൻസിന് വഴിമാറി കൊടുക്കുക എന്നത് സ്വാഭാവിക നടപടിയിൽ എന്താണ് അവിടെ ഉണ്ടായത്? എന്താണ് വഴിമാറി കൊടുക്കാഞ്ഞത് ഈ കാർ ഡ്രൈവർ? ആര്യ, ഈ ആംബുലൻസ് ജീവനക്കാരുടെ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് നൌഷാദ് ഓടിച്ചിരുന്ന ആംബുലൻസിന് മുന്നിലേക്കാണ് ഇത്തരത്തിൽ ഒരു വാഹനം വരുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ശ്വാസം തടസ്സം നേരിട്ടുകൊണ്ട് ചികിത്സ നേടിയിരുന്ന ഒരു 15 വയസ്സുകാരിയെ എത്രയും പെട്ടെന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്നൊരു നിർദ്ദേശം ഡോക്ടർമാർ നൽകുന്നു. അങ്ങനെ ആ 15 വയസ്സുകാരിയുമായി പട്ടാമ്പിയിൽ നിന്നും ആംബുലൻസിൽ കയറ്റി കുതിക്കുകയായിരുന്നു നൌഷാദ്. ഇതിനിടയിലാണ് ഈ ഒരു കാർ ഈ ആംബുലൻസിന് മാർഗതടസ്സമുണ്ടാക്കി വരുന്നത്. പട്ടാമ്പി മുതൽ വാണിയംകുളം വരെ കിലോമീറ്ററുകളുണ്ട്. ആ കിലോമീറ്ററുകൾ ഉടനീളം ഈ കാറ് മാർഗതടസ്സം ഉണ്ടാക്കി എന്നുള്ളതാണ് നൌഷാദ് ഇപ്പോൾ പരാതിയായി പറയുകയും ചെയ്തത്. ഇതിനിടയിൽ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയും കുളപ്പുള്ളിയിൽ വെച്ച് ഈ കാറ് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥരാണ് തടഞ്ഞു എന്ന വിവരം വരുന്നത്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഈ രോഗിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാറിലെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് വീണ്ടും സഞ്ചാരം തുടങ്ങുന്നു. അതിനുശേഷം വീണ്ടും ഈ ആംബുലൻസിന് മുന്നിലേക്ക് എത്തി മാർഗതടസ്സം ഉണ്ടാക്കിയെന്നാണ് നൌഷാദ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലും പെട്ടെന്ന് തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് 15 വയസ്സുകാരെ എത്തിച്ചിട്ടുണ്ട്. ആ 15 വയസ്സുകാരി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ ഇത്തരത്തിലൊരു രോഗിയുമായി പോകുമ്പോൾ ആ ആംബുലൻസ് വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കിയ ആ കാർ ഡ്രൈവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളതാണ് നൌഷാദ് ഉൾപ്പെടെയുള്ള ആംബുലൻസ് ജീവനക്കാരുടെ ആവശ്യം. ഏതായാലും പോലീസിലും അതുപോലെ തന്നെ RTOയിലേക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകാനാണ് ഇപ്പോൾ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ തീരുമാനം. ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ ടെക്നീഷ്യൻ അസോസിയേഷന്റെ ജില്ലാ ട്രഷറായിട്ടുള്ള നൌഷാദ് സഞ്ചരിച്ചിരുന്ന അല്ലെങ്കിൽ നൌഷാദ് ഓടിച്ചിരുന്ന ഒരു ശ്വാസതടസ്സം നേരിട്ട രോഗിയുമായി പോകുമ്പോഴാണ് ഈ ആംബുലൻസ് മാർഗം നൽകാതെ കാർ ഡ്രൈവർ സഞ്ചരിച്ചത്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.